നമസ്കാരം. ഇന്ന് മണിപ്രവാളം ചതുർത്ഥ സർഗത്തിലെ 81-ാമത്തെ ശ്ലോകം തൊട്ട് ചൊല്ലാം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കളവേണൂരവകളായ നീല കമലാചുംബനലംബടോതിരമ്യ അളിപോദൈവാരവിന്ദൻ മധ്യേ രമതാമഹ്യതി ദേവകീ കിശോര. 81-ാമത്തെ ശ്ലോകം. സ്മരണം തരസാ കുലച്ചുവില്യം ശരവും കൈക്കലെടുത്തു കോപ്പുകൂട്ടി വരവാണികളാത്മവല്ലഭൻ്റെ വരവും നോക്കി വസിച്ചു വാസഗേഹേ. കാമദേവനും കുലച്ച വില്ലും ശരങ്ങളുമെടുത്ത് തയ്യാറായി നിന്നു. സുന്ദരിമാർ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ വരവു കാത്ത് വാസഗൃഹങ്ങളിൽ വസിച്ചു. ഇതി രമ്യമതാം ദിനാവസാനേ മതിമാനാകിയ ബാലവാസുദേവൻ ജനനി ജനകാഗ്രജാതിവൃന്ദം ജനനി ജനകാഗ്രജാതിവൃന്ദം കനിവോടങ്ങിട കൂടി യാത്രയായി. ഇങ്ങനെ പ്രശാന്തസുന്ദരമായ സന്ധ്യാകാലത്തിൽ ബാലനായ വാസുദേവൻ അമ്മ, അച്ഛൻ, ജ്യേഷ്ഠൻ എന്നിവരോടുകൂടി ദയാപൂർവം യാത്ര തുടർന്നു. ഇവിടെ സ്ഥിതി ചെയ്ത നാമിതാനീം ഭവനേ ചെൽവതിനിന്നു നേരമില്ല. ഇതി കൃഷ്ണ ഗിരാവനാന്തരാളെ ഹിതമോടങ്ങു ശയിച്ചു വല്ലവന്മാർ. ഇത്ര നേരം ഇവിടെ കഴിച്ചുകൂട്ടിയ നമുക്ക് ഇനി വീട്ടിൽ പോകുവാൻ സമയമില്ല എന്ന കൃഷ്ണൻ്റെ വാക്ക് ഹേതുവായിട്ട് ഗോപന്മാർ വനാന്തരത്തിൽ സുഖമായി കിടന്നുറങ്ങി. 84-ാമത്തെ ശ്ലോകം. തൽക്കാലം 4 ഭാഗങ്ങളിലളിപടല ശ്യാമധൂമങ്ങളോടെ പൊക്കത്തിൽ കത്തി എത്തി സ്ഫുടമടവി തടേ കാട്ടുതീ കാറ്റുമായി വ്യാഘ്രം സിംഹം വരാഹം മഹിഷമിതി മഹാജന്തുജാലങ്ങൾ വെന്തും ശീഘ്രം നന്ദാദിഗോപാല കണികടമൊടു തുച്ഛകൈരുജ്വലിച്ചു. ഈ സമയത്ത് 4 ഭാഗത്തിൽ നിന്നും വണ്ടിൻ കൂട്ടം പോലെ കറുത്ത പുകക്കൂട്ടത്തോടെ പൊക്കത്തിൽ കത്തി കാട്ടുതീ കാറ്റോടുകൂടി വന്നു. നരി, സിംഹം, പന്നി, കാട്ടുപോത്ത് എന്നിങ്ങനെയുള്ള വലിയ ജന്തുക്കളെ ദഹിപ്പിച്ചുകൊണ്ട് വേഗത്തിൽ ആ വന്നി നന്ദൻ തുടങ്ങിയ ഗോപന്മാരുടെ അരികത്തായി ഉയർന്ന് ജ്വലിച്ചു. ഹാ ഹാ കഷ്ടം ശിവ ശിവ മഹാവന്യവന്നിജ്ജനാനാം ദേഹാപായം വിരവൊടു വരുത്തിയിടുമെന്നത്തലോടെ. മോഹാലസ്യം പശുവനികരെ തത്ര വർദ്ധിച്ച നേരം സ്നേഹാദീശൻ മധുരിപു വിഴുങ്ങിടിനാനാശ്രയാശം. ഹാ കഷ്ടം ശിവശിവ, ഈ കാട്ടുതീ വന്ന് ഈ ഉള്ളവർക്ക് ദേഹനാശം സംഭവിക്കുമോ എന്നിങ്ങനെ കരഞ്ഞ് വ്യസനാധിക്യം നിമിത്തം ആ ഗോപസംഘത്തിൽ മോഹാലസ്യം വർദ്ധിച്ച സമയത്ത് സ്നേഹചക്രവർത്തിയായ കൃഷ്ണൻ ആ കാട്ടുതീനെ വിഴുങ്ങി. തദനു വിപിനവന്യ ക്ലേശനാശേ വിവസ്വാനുദയഗിരികരേറി പ്രൗഢമാവിർഭവിച്ചു. മുദിതമതീ മുകുന്ദൻ നന്ദവൃന്ദേന സാഗം സദനമനുഗമീച്ചാനുത്തമം തത്ര രേമേ. അങ്ങനെ ഭഗവാൻ കാട്ടുതീൻ്റെ വിപത്തൊഴിഞ്ഞപ്പോൾ സൂര്യൻ ഉദയഗിരിയിൽ
കയറി നല്ലവണ്ണം പ്രത്യക്ഷപ്പെട്ടു. സന്തുഷ്ടമാനസനായ ശ്രീകൃഷ്ണൻ നന്ദഗോപരോടൊപ്പം ഗോപസംഘത്തോടും കൂടി ഉത്തമമായ ഭവനത്തിലേക്ക് യാത്രയായി അവിടെ സന്തോഷിച്ച് വസിക്കുകയും ചെയ്തു. ഇതി ശ്രീകൃഷ്ണചരിതേ മണിപ്രവാളേ ചതുർത്ഥ സർഗം സമാപ്തം. ചതുർത്ഥ സർഗം ഇവിടെ അവസാനിക്കുന്നു. ഇനി നാളെ പഞ്ചമസർഗം ചൊല്ലാം. എല്ലാവരും മണിപ്രവാളം കേൾക്കുക, ഭഗവാന്റെ അനുഗ്രഹം നേടുക. എല്ലാവർക്കും ഈശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മധുരിപുചരിതം മനോഭിരാമം മധുരപദാകലിതം മണിപ്രവാളം മതികമലവിലാസഹേതുഭൂതം കതിപയസർഗമിതം കരോമി വാക്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും നല്ലത് വരട്ടെ.